അരുണരെ കൂലിയൊന്നും തരണ്ട, ഞാനും തോണിപ്പോട്ടെ. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു തരാൻ പറ്റില്ലെന്ന്. നേരും നേരം കെട്ടത് തോണി പോയാ കടൽ കോപിക്കും. ഞാൻ നേരും നേരം കിട്ടാനല്ല. ആ നിന്നെ പിഴച്ചു പറ്റതല്ലേടാ. അല്ലെങ്കിൽ പറ നിന്റെ തന്ത ആരാ? രാജ വന്ന് കഞ്ഞി കുടിക്ക്. ഈ രാത്രി വലയും ബംഗായും കൊണ്ട് എവിടെ പോകുന്നു? നീ അടിച്ചാൽ അവൻ ചത്തു. ഇനി മേലാതി കിടപ്പുറത്തുകൊണ്ട് ഒരു തന്തയ്ക്ക് പറ്റാത്ത ഇതെന്ത് പറ്റി? തന്നെ രാജ, എന്റെ അച്ഛനാരാണ്? രാജ ഇപ്പോഴെങ്കിലും പറ, എന്റെ അച്ഛനാരാണ്? നിങ്ങൾ പറയില്ല അല്ലേ? പലരിൽ നിന്നും ഒരാളെ മാത്രം വേർതിരിച്ച് പറയാൻ നിങ്ങൾക്ക് കഴിയില്ല അല്ലേ? എന്ത് പറഞ്ഞടാ? നിന്റെ അമ്മ ഒരു തേവിടിച്ചായിരുന്നല്ലേ? അല്ലെങ്കിൽ പറ, ആരാണ് എന്റെ അച്ഛൻ? ഈ കടപ്പുറത്തുകാരുടെ മുഖത്ത് നോക്കി എനിക്ക് ആ പേര് വിളിച്ചു പറയണം. ഉറക്കെ പറയാം. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ബാലൻസ് ഷീറ്റ് അത് പിന്നെ നോക്കാം. ഇന്നലത്തെ ക്യാഷ് എത്ര ഉണ്ടായിരുന്നെന്ന് പറ.
15 ജൂലൈ നാരൻ, തൂത്തുക്കുടി 2300, മദ്രാസ് 3100, കൊച്ചി 4150, ഇവിടെ 3760, മൊത്തം 13310 കിലോ നാരൻ. വടക്കോട്ട് പോയ ബോട്ടിന് ഞങ്ങൾക്ക് എത്തിയിട്ടില്ല. നീ എവിടെയായിരുന്നടാ? ജെട്ടിയിൽ കോഴിക്കോട് നിന്ന് വിളിച്ചിരുന്നു. ഇന്നലെ അവിടെ തകർത്ത കാറ്റ് മഴ. നമ്മളെ ബോട്ടുകളൊന്നും ഇറക്കിയില്ല, എല്ലാം ബേപ്പൂരുണ്ട്. മൺസൂൺ സീസൺ, ഐ മീൻ എക്കച്ചക്കമാണ് മഴയായി. ഈ സീസണില് വടക്കോട്ടെ ബോട്ട് വിട്ടതേ തെറ്റ്. സ്വാമി ബോട്ടിൽ കയറിയിട്ടുണ്ടോ? കടൽ ബോട്ടിൽ കയറിയിട്ടില്ല, കറുത്ത ബോട്ടിൽ കയറിയിട്ടുണ്ട്, ഐ മീൻ ഫെറി. എടോ, താൻ കടലിൽ പോയിട്ടുണ്ടോന്ന്? അയ്യോ, എനിക്ക് ரொம்ப ഭയോ. എങ്കിൽ ബോട്ട് വടക്കോട്ടോ തെക്കോട്ടോ വിടണമെന്ന് പാപ്പി നിശ്ചയിച്ചോളൂ. താൻ ഇവിടുത്തെ കണക്കെഴുതിയാൽ മതി. അപ്പൊ ഞാൻ യാർഡിലേക്ക് പോട്ടെ. ആ, പൊയ്ക്കോ. സാർ, ചിന്ന പ്രശ്നം. എന്താ? വെരി ഇമ്പോർട്ടന്റ്. ആ, പറഞ്ഞോ. നമ്മുടെ എല്ലാ ബിസിനസ്സുകളും രാസർ എന്ന പേരിലാണല്ലോ. ഇനിയും തുടങ്ങുന്നതെങ്കിലും വേറെ പേരിൽ വേണം, അല്ലെങ്കിൽ ഇൻകം ടാക്സ്. എന്ത് ടാക്സ് ആയാലും ലാസർ എന്ന പേര് മാറ്റാൻ പറ്റില്ല. അതിന്റെ അപ്പന്റെ പേരാ. അങ്കിൾ, പപ്പ പോയിട്ട് ചുമ്മാ വന്നിരിക്കുന്നു. മരം കെട്ടാൻ ഇനി എങ്ങനെയാ ബോട്ട് പണിയുക? സ്വാമി, കോൺട്രാക്ട് പ്രകാരം ദുബായിക്കാർക്ക് എന്നാ ബോട്ട് കൊടുക്കേണ്ടത്? അടുത്ത മാസം എല്ലാ ബോട്ടുകളും ബോംബെയിൽ എത്തിക്കണം. അങ്ങേരുന്ന് അവർ ദുബൈയിൽ എത്തിച്ചോളൂ. അതിനിടെ മരം കിട്ടണ്ടേ സ്വാമി? അല്ല, നമുക്ക് ദുബൈക്കാരോട് 2 മാസത്തെ കാലാവധി കൂടെ ചോദിച്ചാലോ? പറ്റില്ല. എക്സ്പോർട്ട് ബിസിനസ്സിൽ സമയനിഷ്ഠ പാലിക്കണം. ആ, കരിമലയിൽ ഒരു കൂപ്പിലേല ഉണ്ടെന്ന് കേട്ടു. ചേട്ടൻ പോയി ഒന്ന് ശ്രമിച്ചു നോക്ക്. Okay, bye. റോസ്ലിൻ, എന്താ ഡാഡി? ഏതാടി ആ ചെക്കൻ? ആ ഹോട്ടൽ പാടുന്ന ചെറുക്കനാ. ഇവൾ അവന്റെ കൂടെ ബൈക്കിൽ പോകുന്നത് ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെന്താ? ഹീസ് എ ഡീസന്റ് ചാപ്പ്. ഡീസന്റ് ചാപ്പ്. സിംഗപ്പൂരിൽ നിന്ന് മറ്റേ വന്ന ഒരുത്തന്റെ കൂടെ നീ ഇങ്ങനെ കറങ്ങി നടന്നാൽ കാണുന്നവർ എന്ത് വിചാരിക്കും? നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് നോക്കണ്ടേ? വാട്ട് ഈസ് റോങ് വിത്ത് സ്റ്റാറ്റസ്? നിർത്തി. എല്ലാം മനസ്സിലായി. ചേട്ടത്തി, ചേട്ടത്തി. അവള് ക്ലബിൽ നിന്ന് വന്നില്ല. എന്താ? ചേട്ടത്തിയോട് പറഞ്ഞേക്കൂ, ഇവളെ ഇനി ഒറ്റയ്ക്ക് പുറത്തു വിടരുത്. കേട്ടോടെ, ഇന്നുകൊണ്ട് നിന്റെ സർക്കിറ്റ് ഒക്കെ നിർത്തിയേക്കണം. രാത്രി കയറി വന്നിരിക്കുന്നു. എന്റെ കുറിയാക്കോസെ, നീ അവളെ ഇങ്ങനെ വഴക്ക് പറയാതെ. പാവം തള്ളയിലാണ് വളർന്ന കുഞ്ഞല്ലേ. കുറെ സ്നേഹമായിട്ട് പറ. വരൂ, എന്റെ മോളേക്ക് വരും. അവൻ എന്തെങ്കിലും പറയട്ടെ. നോക്ക്, അങ്ങിളില്ലേ? പപ്പയാണ് ഇവളെ ലാളിച്ച് ചീത്തയാക്കുന്നത്. നീ പോടാ. വരും. നേരം വെളുത്ത് ഉച്ചയായല്ലോടാ, ഒന്ന് വേഗമാകട്ടെ. എന്താടാ? ഞാനങ്ങ് വടക്കുള്ളതാ, കണ്ണൂര്. തോണിപ്പണി അറിയാം. ഒരു ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നു. എന്താ നിന്റെ പേര്? രാജൻ.
അമരത്ത് നിൽക്കാമോ? ഓ നിൽക്കാം. എടാ പത്രോസേ, നാരായണൻ വന്നില്ലല്ലോ, ആ പങ്കാളി അങ്ങട്. പോയിക്കോ പോയിക്കോ. ഇത് വന്ന് ഒരു പുതിയ ബോട്ടിന്റെ കോൺട്രാക്ട് ആണ്. മേരിയമ്മയുടെ ഒരു ഒപ്പ്. അവളിപ്പോ വരും. ഹലോ, സ്വാമി ഇതൊക്കെ വന്നു. ഞാൻ വളരെ നേരമായിട്ട് ഈ ഫ്ലൈ ഓവറിന്റെ ചോട്ടിൽ വെയിറ്റ് ചെയ്യാണ്. നീ ഒപ്പിട്ട് കൊടുക്ക. ലക്ഷക്കണക്കിനുള്ള കോൺട്രാക്ട് ആണ്. ലാക്സ് ആൻഡ് ലാക്സ്. ഓ, ഞാനിവിടെ കാല് കുത്തിയതിന് ശേഷമായി ലക്ഷങ്ങളൊക്കെ ഉണ്ടായത് സ്വാമി. എവിടെയാ ഒപ്പിടേണ്ടത്? ഇവിടെ അയ്യോ, സിനിമ തുടങ്ങി കാണും, നമുക്ക് പോകാം. ഏത് സിനിമയ്ക്കാണ്? എത്തിക്കുന്ന ഭംഗിയായിരിക്കും. ഞങ്ങൾ ഇംഗ്ലീഷ് സിനിമയ്ക്കേ പോകും. എക്സസൈസ്. ഓ, മൾട്ടിപ്ലിക്കേഷൻ, ഗണിതകഥയായിരിക്കും. അല്ല സ്വാമി, പ്രേതകഥയാ, എക്സോസിസ്റ്റ്. പപ്പ, തങ്കശ്ശേരിക്കടുത്ത് ചാകര വേണ്ടിട്ടുണ്ട്. നാരണ. ആ, ചെമ്മീന്റെ വില ഫെന്റാബിൾസ് ആയിട്ട് കൂടും. ദാറ്റ് മീൻസ് വള്ളക്കാർക്ക് കൊയ്ത്തായി എന്നർത്ഥം. ഈ പ്രാവശ്യം കൊയ്യാൻ പോകുന്ന നമ്മളാ. ഞാൻ ബോട്ടുകളൊക്കെ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞു. എടാ മോനെ, വള്ളക്കാരുടെ അടുത്തേക്ക് ബോട്ട് അയച്ചാൽ കുഴപ്പമാവില്ലേ? വെറുതെ എന്തിനെ മാരണമൊക്കെ വരിച്ച് തലേ കയറ്റുന്നു? അപകടം വള്ളക്കാർക്കല്ലേ പപ്പ, അവര് പോയി തുലയട്ടെ. എടാ കുര്യാക്കോസ് അറിഞ്ഞാ വഴക്ക് പറയും. അങ്കിളിനോടൊന്ന് ചുമ്മാ ഇരിക്കാൻ പറയണം പപ്പ. 60 രൂപയാണ് നാരനിപ്പോ വില. കറക്റ്റ്. നമുക്ക് വള്ളക്കാരല്ല, വെള്ളക്കാരാണ് ഇമ്പോർട്ടന്റ്. സിനിമ തുടങ്ങി കാണും, നമുക്ക് പോകാമെന്നേ.